അഞ്ജലി, യു റിയലി ഹാവ് എ ഗുഡ് ടാലന്റ്. യാ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് ചോദിക്കട്ടെ? സത്യം പറയോ? ഐ നീഡ് ഓൺലി ട്രൂത്ത്. ചോദിക്ക്. അത് ഈ പെണ്ണുങ്ങളെല്ലാം പ്രപ്പോസ് ചെയ്ത ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നോ എന്ന് പറയുന്നത് എന്താ? ഒരു പെണ്ണെപ്പോഴും അവൾ പ്യൂർ ആയിരിക്കണം എന്ന് വിചാരിക്കും. അവൾ ആരുടെയെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ അതിന് അർഹതയുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ തന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടവനായിരിക്കണം. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് തുറന്നു പറയാത്തത്? അതിന്റെ കാരണം ആചാരങ്ങളും സമ്പ്രദായങ്ങളും. അത് വെറുതെ. നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കില്ല. വൈ? സോഷ്യൽ ഇൻസെക്യൂരിറ്റി, ഗിൽറ്റി ഫീലിംഗ്. ഓ, അപ്പൊ പേടിയാണല്ലേ? അരുൺ, അരുൺ. ചിലർ വിവാഹശേഷവും അവിഹിത ബന്ധം തുടരുന്നു. ഇതൊരു തെറ്റായ കാര്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇത് സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണെന്ന്. അരുൺ, അരുൺ. ത്രില്ലിംഗ് ആയിരുന്നല്ലേ? ഹൗ ഈസ് മൈ പെർഫോമൻസ്? ഇതാണ് ത്രില്ല്. ഓ ഗോഡ്, എത്ര ടെൻഷനായെന്നറിയോ? ഒരു സെക്കൻഡിൽ എന്റെ ഹാർട്ട് നിലച്ചുപോയി. ഇഡിയറ്റ്. ഹേ അഞ്ജലി, ഞാൻ വെറുതെ തമാശ കാണിച്ചല്ലേ. എപ്പോഴും കൂളായിരിക്കുന്നു നീ. ഒന്ന് ടെൻഷൻ ആയാലും എങ്ങനെ ഇരിക്കുന്നു അറിയാനായിരുന്നു. കൂളാണെന്നോ? ഡെയിലി ഞാൻ എത്ര ടെൻഷനിലാണെന്ന് നിനക്കറിയാവോ? നീ എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ, പിന്നെ നിനക്കെന്ത് ടെൻഷൻ ഉണ്ടാവാനാ? വീട്ടിലാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ലേ? വീട്ടിലുള്ളവർക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും അറിയാവോ? കാലത്ത് എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഓരോ സെക്കൻഡ് ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. എന്റെ ഹസ്ബൻഡ് എന്താ പറയാന്ന് ആലോചിച്ച്, എന്റെ കുട്ടികൾക്ക് എന്താ ഇഷ്ടപ്പെടാന്ന് ആലോചിച്ച്. കുട്ടികൾ ഇന്ന് കഴിച്ചത് നാളെ കഴിക്കില്ല, നാളെ കഴിച്ചത് മറ്റന്നാൾ ചോദിക്കില്ല. വീട് വൃത്തിയാക്കിയിടണം. വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെ ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യണം. അവർക്ക് എന്താണ് ഇഷ്ടം, എന്താണ് കൊടുക്കാന്ന് ആലോചിച്ച് ടെൻഷൻ. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഫോൺ ചെയ്ത് ഏതോ ഒരു ഫയൽ ചോദിക്കും. ആ ഫയൽ എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ചോദിച്ച ഉടനെ ഞാനത് എടുത്തു കൊടുക്കണം. എത്ര ടെൻഷൻ ഉണ്ടാവുമെന്നറിയോ? ഈ ടെൻഷനിൽ എനിക്കെന്തെങ്കിലും പറ്റിയ എന്റെ കുട്ടികളുടെ കാര്യം, എന്റെ ഹസ്ബൻഡിന്റെ കാര്യോ, ഇതും ഒരു ടെൻഷനാ. ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് നീ കാരണം ടെൻഷൻ ഉണ്ടാവാനല്ല, ടെൻഷൻ റിലീഫ് ആവാനാ. അഞ്ജലി, നീ എന്റെ മുത്തല്ലേ? പ്ലീസ് ലീവ് മീ അലോൺ. ഹേയ്, എന്താ ഇത്? ഞാൻ ആഗ്രഹിച്ചതൊന്ന്, പക്ഷെ നടന്നതും മറ്റൊന്ന്. ഛേ. വൗ, എന്തൊരു ഭംഗിയാ! നീ ഇട്ടതുകൊണ്ടാണ് ഈ ഡ്രസ്സിന് ഇത്രയും ഭംഗി കൂടിയത്. ഹലോ, പിന്നെ സോപ്പാണോ? അല്ല അഞ്ജലി, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. നീ ശരിക്കും ഒരു മോഡലിനെ പോലെയുണ്ട്. നിനക്ക് ഈ ഡ്രസ്സ് വളരെയധികം സ്യൂട്ട് ആവുന്നുണ്ട്. താങ്ക്സ്. അല്ല, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആവുന്ന സൈസ് എങ്ങനെ നിനക്ക് മനസ്സിലായത്? എന്റെ മനസ്സ് മുഴുവനും നീ മാത്രമാണ്. അതുപോലെ വിശ്വസിക്കാൻ പറ്റോ? അയ്യോ, ഈ പെണ്ണുങ്ങൾ സത്യം പറഞ്ഞ വിശ്വസിക്കത്തേ ഇല്ല. അങ്ങനെയാണോ? നീ ഇതേ കാര്യം എത്ര പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? അതെ, ഞാനാണ് സത്യം. ഇതൊക്കെ ഞാൻ നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ആക്ച്വലി ഞാൻ നിന്നെ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് ഇന്ന് നിന്റെ സൗന്ദര്യത്തെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നത്. നിനക്കെന്നും ഇതുപോലെ ഇരുന്നൂടെ? എനിക്കും ഇതുപോലെ മോഡേൺ ആയിട്ട് ഇരിക്കാനാ ഇഷ്ടം. പക്ഷേ കല്യാണം കഴിഞ്ഞില്ലേ? കമോൺ അഞ്ജലി, ഈ സൊസൈറ്റിയിൽ നിന്നെപ്പോലെ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ കല്യാണവും കഴിഞ്ഞതാ. ഹാപ്പി ആയിട്ട് ഓഫീസിലേക്ക് പോകുന്നു, ഷോപ്പിംഗും ചെയ്യുന്നു. അവരൊക്കെ വർക്കിംഗ് വുമൺസാ. ഞാനോ ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് ഒക്കെ ഇങ്ങനെ തന്നെയാ. മൈ ഗോഡ്, നിനക്ക് ചുറ്റും നീ തന്നെ ഒരു വലിയ മതില് തന്നെ കെട്ടിവെച്ചിരിക്കുക. എനിവേസ്, ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്നത് വളരെ കഷ്ടമാണ്. യു ആർ റിയലി ഗ്രേറ്റ്. സല്യൂട്ട് ടു ഓൾ ഹൗസ് വൈഫ്സ്. താങ്ക് യു. കണ്ടോ നീ എന്തുമാത്രം സുന്ദരിയാണെന്ന്? നിനക്കൊരു കാര്യം അറിയാമോ? നിന്നെ ബോയ് എന്ന് പറയും, എന്നെ മാരീഡ് വുമൺ എന്ന് പറയും. സത്യം പറഞ്ഞ
നമുക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ ഏജ് അല്ലേ? ഇതിനേക്കാൾ ഭീകരായിട്ടൊരു കാര്യമുണ്ട്. എന്റെ ഏജിലുള്ള കുട്ടി എന്നെ ആന്റി എന്ന് വിളിക്കും. ഇപ്പൊ നീ ഒന്ന് പുറത്തുപോയി നോക്ക്, പയ്യന്മാര് മൊത്തവും നിന്റെ പുറകെ തന്നെയായിരിക്കും. കേൾക്കാനൊക്കെ നന്നായിട്ടുണ്ട്. ഞാൻ ഈ ഏജില് കൊച്ചിന്റെ അമ്മയായി. കണ്ണടച്ച് തുറന്നപ്പോ ലൈഫേ തീർന്നുപോയി. ഞാൻ കുട്ടിക്കാലം മുതല് ഒരുപാട് സ്വപ്നം കണ്ടു. ബട്ട് ലൈഫ് ഈസ് ഗോൺ. കമോൺ അഞ്ജലി, നീ നിന്റെ ലൈഫ് തീർന്നു എന്ന് പറയുന്നിടത്തു നിന്ന് നിനക്കൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്നാ ഞാൻ പറയുന്നത്. ഇതൊരു എൻഡ് അല്ല, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. നീ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കേ. നിന്റെ ഉള്ളിൽ നീ ഒളിച്ചു വെച്ച ആ യഥാർത്ഥ പെണ്ണിനെ ഞാൻ തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരും. നിന്നെപ്പോലൊരു സുന്ദരിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അത് ഞാൻ നിനക്കിപ്പോ കാണിച്ചു തരാം. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നത്. എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് സുന്ദരിയായിരിക്കാൻ തന്നെ ഇഷ്ടം. ഇങ്ങനെ ഒരുങ്ങണമെന്നൊക്കെ തോന്നാറുണ്ട്. മോഡേൺ ഡ്രസ് ഇടാനും ഇഷ്ടമാണ്. അങ്ങനെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയാ മതി. ഫിഗറ്, ചരക്ക് എന്നൊക്കെ വായി തോന്നിയത് പറയും. നിങ്ങളുടെ നോട്ടവും പുകഴ്ത്തലും ഒക്കെ അതൊക്കെ കൊള്ളാവുന്ന കാര്യ. അത് ഞങ്ങളെ മനസ്സിലാക്കി എൻജോയ് ചെയ്യുന്ന തരത്തിലൊക്കെ ഓക്കെ. പക്ഷേ ഞങ്ങളെ വേറെ കണ്ണോടെ നോക്കി പല പല കമന്റ്സ് അടിച്ച് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഡ്രസ് ഇടുന്നത് തെറ്റാണോ? അഞ്ജലി, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മുഴുവനും കോംപ്ലിമെന്റ്സ് മാത്രമായിരുന്നു. എന്റെ കണ്ണുകൾക്ക് നീ എന്ത് സുന്ദരിയാണെന്നറിയോ? യു ആർ സോ ക്യൂട്ട്. താങ്ക് യു.